രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കോൺഗ്രസിൽ ചില മാറ്റങ്ങളുണ്ടായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി. മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു KPCC പ്രസിഡന്റ്. അദ്ദേഹത്തെ മാറ്റി പകരം കെ. സുധാകരൻ KPCC പ്രസിഡന്റായി വന്നു. കെ. സുധാകരൻ തിരുവനന്തപുരത്തേക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വരുന്ന ഒരു വരവുണ്ട്. അത് വലിയ ആഘോഷമായിരുന്നു. കെട്ടിപ്പിടിക്കലും ലഡു വിതരണമൊക്കെ അതിൻ്റെ ഭാഗമായി നാം കണ്ടതുമാണ്. രണ്ടുപേരും ചേർന്നാണ് പിന്നീട് കോൺഗ്രസിനെ നയിച്ചത്. പാർലമെന്ററി പാർട്ടിയെ വി.ഡി. സതീശനും KPCCയെ കെ. സുധാകരനും. രണ്ടുപേരും ആലോചിച്ചാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത് എന്ന് വി.ഡി. സതീശൻ എല്ലായ്പ്പോഴും പറയാറുമുണ്ട്. അന്ന് കോൺഗ്രസ് നേതൃത്വം എന്ന് വെച്ചാൽ കെ. സുധാകരനും വി.ഡി. സതീശനും ചേർന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കും എന്ന്. CPIM ഒരു കേഡർ പാർട്ടിയാണ്. CPMനെ പോലെ കേഡർ പാർട്ടിയാകാൻ കോൺഗ്രസിന് കഴിയില്ല, സെമി കേഡർ പാർട്ടിയാക്കും എന്ന്. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വം അഴിച്ചുപണിയും. ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കും. രാഷ്ട്രീയകാര്യ സമിതിയാണ് കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന സമിതി. അത് 15 ചുരുക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ എല്ലാം ചേർത്ത് 70-നപ്പുറം പോകില്ല. 50-ൽ നിർത്തണം, 70-നപ്പുറം പോകില്ല. ഇതൊക്കെയാണ് അന്ന് കെ. സുധാകരനും വി.ഡി. സതീശനും പ്രഖ്യാപിച്ചത്. അങ്ങനെ സുശക്തമായ ഒരു സംഘടന കെട്ടിപ്പടുക്കും. ഏറ്റവും താഴെത്തട്ടിൽ 50 വീടുകൾക്ക് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കും. അതിന് പ്രധാനപ്പെട്ട നേതാക്കളുടെ ചുമതല കൊടുക്കും. 50 വീടുകളും ഈ നേതാക്കളുടെ സംഘം കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ് അനുഭാവികളുടെ വീട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പോയാൽ അവർ തിരിച്ചു വരുന്നത് SFIക്കാരായിട്ടാണ്. അത് സംഭവിക്കുന്നത് വീടുകളിൽ നമ്മുടെ ഇടപെടൽ, കോൺഗ്രസിൻ്റെ ഇടപെടൽ വളരെ കുറവായതുകൊണ്ടാണ്. കെ. സുധാകരൻ പറഞ്ഞതാണ്. അതുകൊണ്ട് യൂണിറ്റ് കമ്മിറ്റികൾ സജീവമാക്കുകയും എല്ലാ വീടുകളുമായി നിരന്തരം ബന്ധമുണ്ടാക്കുകയും കോൺഗ്രസിൻ്റെ അനുഭാവികളുള്ള വീടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക. അങ്ങനെ കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക. പൂർണ്ണമായും കേഡർ സ്വഭാവം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സെമി കേഡറെങ്കിലും ആകണം. CPM പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം. CPMനെ പോലെ സംഘടന ചലിപ്പിക്കണം. ഇതൊക്കെയാണ് കെ. സുധാകരൻ സ്വപ്നം കണ്ടത്. അതിന് എല്ലാ പിന്തുണയും നൽകാൻ വി.ഡി. സതീശനും ഉണ്ടായിരുന്നു. എന്താണ് CPMന്റെ സംഘടനാ സ്ഥിതി? CPMന്റെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമിതി എന്ന് വെച്ചാൽ, വേദി എന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. എത്രയാണ് അംഗങ്ങൾ? 17 പേർ. 17 പേരടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് കേരളത്തിലെ CPMന്റെ സംഘടനയെ ചലിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന സമിതി അതാണ്. അതിന് താഴെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്കകത്ത് 89 പേരുണ്ട്. 89 പേർ. അതുപോലെ കോൺഗ്രസ് ആകണം. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത സമിതി അത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. 15ലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ എത്രയാണ്? പുനഃസംഘടന വന്ന ശേഷം 42. നേരത്തെ 36 ആയിരുന്നു. 6 അംഗങ്ങളെ കൂടി ചേർത്ത് ഇപ്പോൾ 42 രാഷ്ട്രീയകാര്യ സമിതി. CPMനെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഇരട്ടിയിലധികം ആളുകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ. മറ്റൊരു സമിതി ഭാരവാഹികൾ അടങ്ങുന്ന സംസ്ഥാന ഭാരവാഹികളുടെ പട്ടികയാണ്. അത് ഇപ്പോൾ തന്നെ 122 മാറിയിട്ടുണ്ട്. 79 പേർ. KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ ഇവരെല്ലാം ചേർത്താൽ 79ഓളം ആളുകൾ വരും. ഇനിയിപ്പോൾ വരാനുണ്ട് സെക്രട്ടറിമാർ. ആ സെക്രട്ടറിമാരുടെ എണ്ണം എത്രയാണ് എന്ന് ഇതുവരെയും കണക്കാക്കിയിട്ടില്ല. 79 ഭാരവാഹികൾ ഇപ്പോഴുണ്ട്. കൂട്ടണം 42 രാഷ്ട്രീയകാര്യ സമിതി എന്ന് വെച്ചാൽ 122 പേർ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ട് ഉണ്ട്. ഇനി വരാനിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിമാർ. അത് എത്ര എന്ന് ഇപ്പോഴും കണക്കില്ല. ഒന്നിച്ച് പ്രഖ്യാപിച്ചാൽ വിവാദമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്രട്ടറിമാരെ പിന്നീട് പ്രഖ്യാപിക്കാം. അതാണ് KPCC AICCക്ക് കൊടുത്ത നിർദ്ദേശം. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടിക അട്ടത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രഖ്യാപിക്കാം. അതേപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട്.
സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടറിമാർ വരെയാണ്. അത് കഴിഞ്ഞാൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എത്ര പേർ എന്നതേ അറിയാനുള്ളൂ. ഇങ്ങനെ വന്നാൽ ആകെ എല്ലാം ചേർത്ത് 250 പേരാകും. 250 പേർക്ക് യോഗം ചേരാനുള്ള ഹോൾ ഇന്ദിരാഭവനിലുണ്ടോ എന്ന് സംശയമാണ്. അത്തരം ട്രോളുകൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നമതല്ല, വിഷയമതല്ല. എന്താവാനാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത്? CPM ആകാൻ, CPM-നെ പോലെ ആകാൻ, CPM-നെ പോലെ ഭാരവാഹികളുടെ എണ്ണം ചുരുക്കാൻ, CPM-നെ പോലെ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെയുള്ള സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ, താഴെ ബ്രാഞ്ച് കമ്മിറ്റികളെ പോലെ സജീവമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെത്തി? എല്ലാം തകിടം മറിഞ്ഞു. തകിടം മറിയുക മാത്രമല്ല, പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടിയായി മാറിയിരിക്കുന്നു ഭാരവാഹികളുടെ എണ്ണം. വലിയ പാർട്ടിയാണല്ലോ, അതുകൊണ്ട് ഭാരവാഹികളുടെ എണ്ണം കൂടും എന്നൊക്കെ ആയിരിക്കും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുക. ജംബോ പട്ടികയൊക്കെ സാധാരണമാണ്, ഇതിനു മുമ്പും ഇതിനേക്കാളും വലിയ പട്ടിക ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ VD സതീശൻ പറയും. ഇങ്ങനെയൊക്കെ പറയുകയും ന്യായീകരിക്കുകയും ചെയ്യും. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണോ മാറണമെന്ന് ആഗ്രഹിച്ചത് അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. 2026 ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഈ തട്ടിക്കൂട്ടലൊക്കെ നടത്തിയിരിക്കുന്നത്. ആരെങ്കിലും ഒഴിവാക്കിയാൽ അത് പ്രശ്നമാകുമോ? എന്നിട്ടും അപശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഷമാ മുഹമ്മദ്, ചാണ്ടി ഉമ്മനൊക്കെ പരസ്യമായി തന്നെ KPCC പുനഃസംഘടനയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിയട്ടെ, അതിനുശേഷം പറയാം എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ പുകയാണ്, നാളെ അത് പൊട്ടിത്തെറിക്കും.